അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരമായ പ്രതിഫലങ്ങളെ കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങളിൽ ഈ ദുനിയാവിൽ മുത്തഖീങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനം അല്ലാഹു പറയുന്നുണ്ട്. അതേപോലെ നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ പരലോകത്ത് അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരമായ പല സുഖാസ്വാദനങ്ങളെയും കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ വളരെയേറെ സുന്ദരമായി വിവരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്, മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉഇദ്ദത്തുൽ മുത്തഖീൻ ജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്തുൽ മുത്തഖീൻ. ഒന്നാമത്തെ പരമപ്രധാനമായ ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയുമോ? അത് പരിശുദ്ധമായ സ്വർഗ്ഗലോകമാണ്. സ്വർഗ്ഗലോകമാണ്. ഈ ദുനിയാവിൽ പടച്ച തമ്പുരാനെ പേടിച്ച് സൽമാർഗത്തിന്റെ സൽപാതാവിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന സജ്ജനങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ സംവിധാനിച്ചിരിക്കുന്ന സുന്ദരമായ സുഖലോകങ്ങളുടെ സംഗമഭൂമിയായ പരിശുദ്ധമായ സ്വർഗ്ഗലോകം. ആ സ്വർഗ്ഗലോകമാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ പ്രവാചകരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് ആളുകൾ കടന്നു പോകുന്നതിനുള്ള ഏറ്റവും പരമപ്രധാനമായ കാരണം എന്താണ് നബിയെ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗ്ഗത്തിലെത്തിക്കുന്ന ഗുണമെന്താണ്? യാ റസൂലല്ലാഹ്, ഹബീബായ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, തഖ്വല്ലാഹ്. അത് തഖ്വയാണ്. തഖ്വയാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. പടച്ച തമ്പുരാനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കലാണ് ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാരണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുനജ്ജില്ലാഹുല്ലദീന തഖൂ ബിമഫാസതിഹിം ലാ യമസ്സുഹുമുസ്സൂ. നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ പരലോകത്തിന്റെ പ്രതിസന്ധികൾ ധാരാളമുണ്ടല്ലോ. പരലോകത്തിന്റെ അദാബുകൾ വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ദുർഘടമായ പാതയാണല്ലോ പരലോകം. അവിടെ നരകമുണ്ട്, സിറാത്തുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. വിചാരണയ്ക്ക് വേണ്ടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു ചാൺമുകളിൽ സൂര്യകോളം ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുന്നത് വല്ലാത്ത പ്രതിസന്ധിയാണ്. അതേപോലെ എത്രയെത്രയോ പ്രതികൂലമായ സാഹചര്യങ്ങൾ അത് പരലോകത്തുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുനജ്ജില്ലാഹുല്ലദീന തഖൂ ബിമഫാസതിഹിം ലാ യമസ്സുഹുമുസ്സൂ. പരലോകത്തിന്റെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും, പരലോകത്തിന്റെ മുഴുവൻ ദുർഘടമായ പാതകളിൽ നിന്നും, ദുർഘടമായ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മഹബ്ബത്തുല്ലാഹി വ നുസ്റതുഹു. പിന്നീട് അല്ലാഹുവിന്റെ സ്നേഹമാണ് ലഭിക്കുക. അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിന്റെ തൃപ്തി, അതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ പ്രതിഫലം അതാണ്. സ്വർഗത്തെക്കാൾ വലുത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. സ്വർഗത്തെക്കാൾ വലുത് അല്ലാഹുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നാ
അല്ലാഹുവേ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നിന്റെ തൃപ്തിയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നിന്റെ തൃപ്തിയാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹു ആരെയാണ് സ്നേഹിക്കുന്നതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന സൗഭാഗ്യവാന്മാരാരെന്നറിയുമോ? സത്താവായ റബ്ബിന്റെ സ്നേഹം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുക. മുത്തഖീങ്ങളെയാണ് അല്ലാഹു സ്നേഹിക്കുക. അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന തഖ്വയുള്ളവർക്കാണ്. ഹൃദയത്തിൽ തഖ്വയുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുക. അതുകൊണ്ട് രക്ഷിതാവിന്റെ സ്നേഹം വേണോ? റബ്ബിന്റെ സ്നേഹം വേണോ? അല്ലാഹുവിന്റെ തൃപ്തി വേണോ? പടച്ച തമ്പുരാനെ വേണോ? അതിനുള്ള ഏറ്റവും നല്ല മാർഗം അത് തഖ്വയുണ്ടാക്കലാണ്, മുത്തഖിയായി മാറലാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും ആദരണീയരെന്നറിയുമോ? ഏറ്റവും മഹത്വമുള്ളവരാരെന്നറിയുമോ? നിങ്ങളിൽ ഏറ്റവും ബഹുമാന്യനാരെന്നറിയുമോ? ഇന്ന അക്റമകും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യരായ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യരായ മനുഷ്യനാരെന്നറിയുമോ? അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. ഏറ്റവും കൂടുതൽ ആരെയാണോ അല്ലാഹുവിനെ പേടിക്കുന്നത്, ആർക്കാണോ തഖ്വ കൂടുതലുള്ളത്, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യർ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവർ, ഏറ്റവും ഒന്നാമതെത്തുന്നവർ. നമ്മെല്ലാവരും ജനങ്ങളെ മനസ്സിലാക്കുന്നവരുടെ പുറമോടികൾ കൊണ്ടാണ്, അവരുടെ സുഖ സൗകര്യങ്ങളും ജീവിത നിലവാരവുമാണ് നാം ഒരാളെ അളക്കുന്നതിനും സ്നേഹിക്കുന്നതിനും മാനദണ്ഡമാക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യ അലങ്കാരങ്ങളിലേക്കല്ല, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കല്ല, പിന്നെയോ യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു നോക്കുക. വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയം അത് തഖ്വയുള്ളതാണോ? അത് സുന്ദരമായ ഗുണങ്ങൾ സമ്മേളിക്കുന്ന ഒരു സുന്ദരമായ സ്ഥലമാണോ നിന്റെ ഹൃദയം? എങ്കിൽ ആ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുക. ആ ഹൃദയത്തെയാണ് അല്ലാഹു നിന്നെ സ്വീകരിക്കുന്നതിനും മാനദണ്ഡമാക്കുക. അതാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തെത്തുന്ന വിജയികളാരെന്നറിയുമോ? സലീമായ കൽബുള്ളവരാണ്. മാലിന്യമുക്തമായ ദുർമേധസ്സുകളിൽ നിന്നും മുക്തമായ, മോശമായ വിചാരങ്ങളില്ലാത്ത, കുശുമ്പും കുന്നായ്മയുമില്ലാത്ത, അസൂയയില്ലാത്ത, ആരോടും ഒരു വെറുപ്പില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളാരോ അവരാണ് പരലോകത്തിന്റെ വിജയികളെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വളരെ സുവ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുമ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യരാരെന്നറിയുമോ? ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. തീരുന്നില്ല സഹോദരങ്ങളെ, അല്ലാഹു പറയാ, ആരാ ഔലിയാക്കളാരെന്നറിയുമോ? ആരാണ് ഔലിയാക്കളാരെന്നറിയുമോ? മരിക്കുന്ന സമയത്തും മലക്കുകൾ വന്നിട്ട് സലാം ചൊല്ലി സ്വർഗത്തെ കാണിച്ചു കൊടുക്കുന്ന, ഏറ്റവും സുന്ദരമായ മരണത്തിന്റെ ഉടമകളായി മാറുന്ന, അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ കിടന്ന് റൂഹ് പിരിയുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളാരെന്നറിയുമോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യരായി മാറുന്ന, മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് സമീപത്തിരുന്ന് സുന്ദരമായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സൗഭാഗ്യവാന്മാരായ ഔലിയാക്കളുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലദീന ആമനൂ വഖാനൂ യത്തഖൂൻ. അവർ തഖ്വയുള്ളവരാണ്, തഖ്വയുള്ളവരാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്.
അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ധാരാളം പ്രതിഫലങ്ങൾ വിശുദ്ധമായ ഖുർആന്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നത് ആർക്കെന്നറിയുമോ? അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ബറക്കത്തിനു വേണ്ടി നമ്മൾ സദഖകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും സദഖകൾ കൊടുക്കാറുണ്ട് ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി. എല്ലാവരോടും നമ്മൾ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ബറക്കത്ത് വേണം, സമ്പാദ്യത്തിൽ ബറക്കത്ത് വേണം, സന്താനങ്ങളിൽ ബറക്കത്ത് വേണം, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണം, കച്ചവടങ്ങളിൽ ബറക്കത്ത് വേണം, ഉദ്യോഗങ്ങളിൽ ബറക്കത്ത് വേണം. എവിടെയും നമുക്ക് ആവശ്യം ബറക്കത്താണ്. നാം പടച്ച തമ്പുരാനോട് തേടുന്നതും ബറക്കത്താണ്. എന്നാൽ അല്ലാഹു പറയുകയാണ്, ആർക്കാണ് അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതെന്നറിയുമോ? അല്ലാഹു ഐശ്വര്യം നൽകുന്നത് ആർക്കെന്നറിയുമോ? വലൗ അന്ന അഹ്ലൽ ഖുറാ ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ, ഒരു നാട്ടിലുള്ള ആളുകൾ, അവരെങ്ങാനും അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിൽ വിശ്വസിച്ച് തഖ്വയോടുകൂടി തഖ്വയെ മുറുകെ പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ലഫതഹനാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശലോകത്തു നിന്ന് അവരുടെ മേൽ അനുഗ്രഹങ്ങളുടെ, ഐശ്വര്യങ്ങളുടെ, ബറക്കത്തുകളുടെ വാതിലുകൾ നാം തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ ബറക്കത്ത് വേണോ? വീട്ടുകാര് തഖ്വയുള്ളവരാവണം, വീട്ടുകാര് തഖ്വയുള്ളവരാവണം. ഭാര്യയിൽ ബറക്കത്ത് വേണോ? ഭാര്യയെ തഖ്വയുള്ളവളാക്കണം. മക്കളിൽ ബറക്കത്ത് വേണോ? മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ തഖ്വയോടുകൂടി ജീവിക്കണേ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു തരുന്നത്. ലുഖ്മാനുൽ ഹകീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പരലോകത്തെ കുറിച്ചാണ്, അല്ലാഹുവിനെ കുറിച്ചാണ്. ഈ ദുനിയാവിലെ സൂക്ഷ്മതയോടുകൂടി റബ്ബിനെ പേടിച്ച് ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരും മക്കളുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ കണ്ണുനീര് വാർത്തുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. മക്കൾ നന്നാകാത്തതിന്റെ പേരിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നറിയുമോ? ആ മക്കളിൽ ഐശ്വര്യമുണ്ടാവണോ? ആ മക്കൾ നിനക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണോ? ആ മക്കളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ പുഞ്ചിരിക്കാൻ നിനക്ക് കഴിയണമോ? ആ മക്കളുടെ പേരിൽ സന്തോഷിക്കാൻ നിനക്ക് കഴിയണമോ? അവരോട് തഖ്വ പറഞ്ഞു കൊടുക്കുമോന്, അവരോട് തഖ്വയോടുകൂടി ജീവിക്കാൻ പറഞ്ഞു കൊടുക്ക്. തഖ്വയുണ്ടാകുന്നതിനുള്ള മാർഗങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്ക്. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്, പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ നിന്റെ മക്കളിലും നിന്റെ ഭാര്യയിലുമെല്ലാം നിനക്ക് തഖ്വയുണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ലഫതഹനാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തു നിന്ന് ബറക്കത്തിന്റെ കവാടങ്ങൾ നിനക്ക് തുറന്നു തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വീണ്ടും അല്ലാഹു പറയുകയാണ്, വീണ്ടും അല്ലാഹു പറയുകയാണ്, വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ പേടിക്കുന്നത്, തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അല്ലാഹു പറയുകയാണ്, ആരാണ് തഖ്വയോടുകൂടി ജീവിക്കുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അല്ലാഹുവിന്റെ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കുന്നതാണ്. അവന്റെ പ്രതിസന്ധികൾ, അവന്റെ പ്രതികൂലമായ സാഹചര്യങ്ങൾ, സന്നിഗ്ധ ഘട്ടങ്ങൾ, അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖിയായ ഒരു മനുഷ്യന് അല്ലാഹു വിജയത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. അതിൽ നിന്നെല്ലാം അല്ലാഹു രക്ഷ കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവമാന പ്രതിസന്ധികളിൽ നിന്നും മുത്തഖീങ്ങളെ കരകയറ്റുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ.
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ, അവൻ പോലും ഓർക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പോലും വിചാരിക്കാത്ത സുന്ദരമായ മാർഗങ്ങളിലൂടെ അവനക്ക് അല്ലാഹു ഉപജീവന മാർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എല്ലാ തിന്മകളിൽ നിന്നും അവനക്ക് രക്ഷപ്പെടാൻ കഴിയും. എല്ലാ തിന്മകളിൽ നിന്നും അവനക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറൂ ഫൈദാഹും മുബ്സിറൂൻ. പിശാചിന്റെ ദുർപ്രേരണകൾക്ക് വഴങ്ങിയിട്ട് തെറ്റുകളിലേക്ക് അകപ്പെടാനുള്ള സാഹചര്യം കടന്നു വരുമ്പോ ആ സമയത്ത് അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വരും. മുത്തഖീങ്ങളുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വരും. ഫൈദാഹും മുബ്സിറൂൻ. ആ തിന്മയുടെ തിക്തഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ തിന്മയിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, പിശാചിന്റെ ദുർപ്രേരണകളിൽ നിന്ന് മുത്തഖീങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ മുത്തഖീങ്ങൾക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ വീണ്ടും പറയുകയാണ്. വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ധാരാളം പ്രതിസന്ധികൾ നമുക്കുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, വല്ലാത്ത വിഷമങ്ങൾ, വല്ലാത്ത പ്രതികൂലമായ സാഹചര്യങ്ങൾ, കച്ചവടങ്ങളിൽ കുഴപ്പം, കുടുംബജീവിതത്തിൽ കുഴപ്പം, മുന്നോട്ടൊരെത്തും പിടിയുമില്ലാതെ നമ്മൾ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അവിടെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നത് ആരെയെന്നറിയുമോ? വമൻ യത്തഖില്ലാ, അല്ലാഹനെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നവനെയാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരു ദിവസം 500 രൂപയുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പകലന്തിയോളം പെടാപ്പാടുപെടുമ്പോ, വല്ലാതെ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോ എങ്ങനെയാണ് തന്റെ വീട്ടിനും തന്റെ കുടുംബത്തിനും തന്റെ മക്കൾക്കും ചെലവിനുള്ള പണം കണ്ടെത്തുക എന്നറിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്ക് അവൻ പോലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ ഉപജീവനത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ.